സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ ഭക്ഷണ മെനു മാറിക്കഴിഞ്ഞു. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരമാണ് മെനു പരിഷ്കരണം. വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് മാറ്റം നടപ്പിലാകുന്നുണ്ടോ എന്ന് ഇന്ന് വന്ന് നോക്കുകയും ചെയ്തു. ഭക്ഷണം മാറിയപ്പോൾ കുട്ടികളും ഹാപ്പിയാണ്. ആദ്യം നമുക്ക് കൊല്ലത്തേക്കൊന്ന് പോകാം. മലയാളി സഭ NSS UP സ്കൂളിൽ ഇന്ന് എന്തായിരുന്നു വിഭവം എന്നറിയാമോ? പൈനാപ്പിൾ പുളിശ്ശേരി, കടല റോസ്റ്റ്, പിന്നെ ചമ്മന്തി. ഇത് പോരെ ഊണിന്? ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ബിരിയാണി, മാസത്തിൽ ഒരു ദിവസം ചിക്കൻ ബിരിയാണി, പായസം, ഇതൊക്കെയുണ്ട്. എന്നാലും ഒരു മിടുക്കിക്ക് ഐസ്ക്രീം കിട്ടിയാൽ കൊള്ളാമെന്നാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ ദിലീപ് ദേവസ്യ പറയും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഇന്നു മുതൽ ഭക്ഷണ മെനുവിൻ മാറ്റം വന്നിരിക്കുകയാണ്. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മലയാളി സഭ NSS UP സ്കൂളിലാണ്. ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാ വിഭവങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇന്ന് കടലയുണ്ട്, പൈനാപ്പിൾ പുളിശ്ശേരിയുണ്ട്, ഒപ്പം ചമ്മന്തിയുണ്ട്. ഇഷ്ടായോ? എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? ചമ്മന്തി. കറിയൊന്നും കൂട്ടിയില്ല? കറി കൂട്ടി. കൂട്ടിയോ? നവമിക്ക് എന്താ ഇഷ്ടമായത്? എല്ലാം ഇഷ്ടായി. അടുത്ത ദിവസം ബിരിയാണി ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞാ? ഫ്രൈഡ് റൈസ് ഉണ്ട്, ടൊമാറ്റോ റൈസ് ഉണ്ട്, അങ്ങനെ കുറെ സാധനം. പായസം ഒക്കെ ഉണ്ട്. ഐസ്ക്രീം ഉണ്ടാ? ഐസ്ക്രീം ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട്, പക്ഷേ പായസം ഉണ്ട്. പായസം മാസത്തിൽ ഒരിക്കല. ചിക്കൻ ബിരിയാണി മാസത്തിൽ ഒരിക്കല. മാസത്തിൽ. ബാക്കി എല്ലാ ദിവസവും ചെയ്യുന്ന കടല് 2 ദിവസം പാലും 1 ദിവസം മുട്ടയുണ്ട്. ഈ ബോർഡ് നോക്കാറുണ്ട്? രാവിലെ എന്താ ഭക്ഷണം എന്നുള്ളത് നോക്കാറുണ്ട്? എന്തൊക്കെയാണ് ഓരോ ദിവസങ്ങളിലെ മെനു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. തിങ്കളാഴ്ച ചോറ്, സാമ്പാർ, സാലഡ്, തോരൻ എന്ന് പറഞ്ഞാൽ ചീരയുണ്ട്, വാഴക്കൂമ്പുണ്ട്, കോവയ്ക്കുണ്ട്, ക്യാബേജ്, പയർ, ഇത്രയും കാര്യങ്ങളാണ് ഈ തോരനായിട്ടുണ്ടാവുക. അതിന് ചൊവ്വാഴ്ച ചോറ്, പരിപ്പ് കറി, തീയൽ, പപ്പടം, പാല്, ഇങ്ങനെയുണ്ട്. പ്രത്യേക ബോർഡ് ഇതാ ഇവിടെ കാണാം. ഏത് ദിവസമാണോ ആ ദിവസത്തിലുണ്ടാവുന്നത്. ഇന്നത്തെ ദിവസമുള്ളത് ചോറും കടലക്കറിയും, കടല മസാല, പൈനാപ്പിൾ പുളിശ്ശേരി, പുതിന ചമ്മന്തി, ഇതാണ് എന്നുള്ളൊരു പ്രത്യേക ഒരു ബോർഡ് അടക്കം സ്കൂളിൽ തയ്യാറാക്കിയിരിക്കും. ഇങ്ങനെയാണ് സ്കൂളുകളിലെ മെനു, പുതുക്കിയ ഭക്ഷണ മെനു ഉള്ളത്. പിന്നെ കുട്ടികളാണ് എല്ലാം തന്നെ തീരുമാനിക്കുന്നതും. കാര്യങ്ങളടക്കം കുട്ടികളോടൊപ്പം നമ്മൾ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വലിയ സന്തോഷമാണ്, വലിയ ഭക്ഷണത്തോടുള്ള ഇഷ്ടവും, അല്ലെങ്കിൽ ഭക്ഷണം മികച്ചതാണെന്നുള്ള പറഞ്ഞ ഒരു കുട്ടിയടക്കം ഐസ്ക്രീം അടക്കം ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ അതും കൂടെ പ്രഖ്യാപിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കൊല്ലത്തെ കഥ. കൊല്ലത്ത് ചിക്കൻ ബിരിയാണി ആയിട്ടില്ല, പക്ഷെ ചിക്കൻ ബിരിയാണി കിട്ടുമോ എന്നറിയാൻ നമുക്കൊന്ന്